പ്രസാദ്, ഇപ്പോൾ KM എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ വന്നിരിക്കുന്ന അഴിമതി ആരോപണം അത് വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യമായിരുന്നു. അതിൽ പ്രതികരിക്കാൻ നേതാക്കൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്താകും കോടതിയിൽ നിന്ന് അടുത്ത തീരുമാനമുണ്ടാകുക എന്നവർ ഉറ്റുനോക്കുകയുമായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന വിധി സ്വാഭാവികമായിട്ടും ആശ്വാസകരമായ വിധിയാണല്ലോ. ഇതിൽ ഒരു പ്രതികരണം കൂടി നമുക്ക് അടുത്ത ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം, അല്ലേ? ഉറപ്പായും സ്മൃതി, സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു ഉത്തരവാണ് അല്പസമയം മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. 12 വർഷത്തെ അനധികൃത സ്വത്ത് സമ്പാദനം പ്രധാനമായി അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി CBI മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് അന്വേഷണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാകുന്നത്. അതെന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ അത് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ ആശ്വാസമാണ്. നേരത്തെ IAS ഉദ്യോഗസ്ഥനായിരുന്ന KM എബ്രഹാം സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് കിഫ്ബിയുടെ CEO പോലെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ ഉൾപ്പെടെ KM എബ്രഹാമിന് സ്വന്തമായി കിട്ടിയത്. ആ സമയത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നതുമാണ്. നേരത്തെ KM എബ്രഹാം സർവീസിലുള്ള സമയത്താണ് നമുക്കറിയാവുന്നതുപോലെ വിജിലൻസ് ഡയറക്ടറായിരിക്കെ ജേക്കബ് എബ്രഹാം KM എബ്രഹാമിന്റെ വസതിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ പിന്നീട് ജേക്കബ് തോമസ് വിജിലൻസിൽ നിന്ന് മാറിയതിനു ശേഷം KM എബ്രഹാമിന് പൂർണ്ണമായ ക്ലീൻ ചിറ്റ് കിട്ടുകയും പിന്നാലെ പരാതിക്കാരനായ ജോമോൻ പുത്തമ്പരക്കൽ ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്ന് CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് വരുന്നതും പിന്നാലെ CBI KM എബ്രഹാമിനെ പ്രതി ചേർത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത്. അതായത് KM എബ്രഹാം നേരത്തെ സർവീസിലിരിക്കുന്ന ഘട്ടത്തിൽ മുംബൈയിൽ 3 കോടി രൂപ വിലയുള്ള ഫ്ളാറ്റ്, തിരുവനന്തപുരത്തെ തൈക്കാട് 1 കോടി വിലയുള്ള ഫ്ളാറ്റ്, കൊല്ലത്താണെങ്കിൽ 8 കോടിയോളം രൂപ വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇങ്ങനെ കൃത്യമായ ഡോക്യുമെന്റ് ഉള്ള 3 അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ തെളിവുകളാണ് ജോമോൻ പൊത്തമ്പരക്കൽ പരാതിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. ഇത് കൂടാതെ കോടികളുടെ ആസ്തി KM എബ്രഹാം നേരത്തെ സർവീസിൽ ഉള്ള സമയത്ത് ഉണ്ടാക്കി എന്ന പരാതിയാണ് ഗൌരവമായി എടുക്കുകയും അത് പിന്നീട് CBI അന്വേഷണത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു സ്ഥിതിയുണ്ടായത്. KM എബ്രഹാമിനെതിരെ അന്വേഷണം വന്ന ഘട്ടത്തിൽ തന്നെ KM എബ്രഹാമിനെ മാറ്റണം എന്ന ചർച്ച വളരെ സജീവമായിരുന്നു. പക്ഷേ അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് അതിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതേ സമയത്ത് KM എബ്രഹാം പറഞ്ഞത് അതിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇങ്ങനെ ഒരു കേസ് വരികയും CBI അന്വേഷണത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു സ്റ്റേ വരികയും ചെയ്തതോടുകൂടി നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ മുഖ്യമന്ത്രിക്കും ഒപ്പം സർക്കാരിനും വലിയ ആശ്വാസകരം തന്നെയാണ് ഈ വാർത്താ. സ്മൃതി, ശ്യാം ദേവരാജും TV പ്രസാദുമാണ് വിശദാംശങ്ങൾ നൽകിയത്.